നമസ്കാരം, ഞാൻ ടോണി. ഹോംസ് ആൻഡ് വില്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മോഡേൺ ഡിസൈനിൽ പണിതീർത്തൊരു വീടാണ്. 7 സെന്റ് സ്ഥലത്ത് 1340 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളായി 3 ബെഡ്റൂമുകളോട് കൂടിയാണ് ഈ വീട് പണിതീർത്തിരിക്കുന്നത്. നമുക്ക് ആ വീടൊന്ന് കാണാം. ഇന്ന് നമ്മൾ കാണുന്നത് 7 സെന്റ് സ്ഥലത്ത് 1340 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടി പണിതീർത്തൊരു വീടാണ്. മുറ്റത്ത് കരിങ്കൽ സ്ലാബുകൾ വിരിച്ചും ചെടികളും ഒക്കെ വെച്ച് മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വീടിന്റെ മുൻവശത്തായി തന്നെ സിറ്റ് ഔട്ട് കാണാൻ സാധിക്കും. സിറ്റ് ഔട്ടിൽ കാണുന്ന ഭിത്തിയിൽ ടെറാക്കോട്ട ടൈല് ക്ലാഡ് ചെയ്തിരിക്കുകയാണ്. ഫ്ലോറിങ്ങിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിട്രിഫൈഡ് ടൈലും ഗ്രാനൈറ്റുമാണ്. സിറ്റ് ഔട്ടിൽ കാണുന്ന തൂണിന് ക്ലാഡിംഗ് ടൈലും ഒട്ടിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഈ വീടിന്റെ മെയിൻ ഡോർ കാണാൻ സാധിക്കും. തേക്ക് തടിയിലാണ് ഇത് പണിതീർത്തിരിക്കുന്നത്. വീടിന്റെ മറ്റ് ജനലുകളും വാതിലുകളും എല്ലാം പണിതീർത്തിരിക്കുന്നത് പ്ലാവിന്റെ തടി ഉപയോഗിച്ചാണ്. ഇനി നമുക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാം. കയറി ചെല്ലുന്നത് ലിവിംഗ് സ്പേസിലോട്ടാണ്. ഇവിടെ നമുക്ക് സോഫ സെറ്റും ടീപ്പോയും ഒക്കെ കാണാൻ സാധിക്കും. ലിവിംഗ് സ്പേസിൽ ജിപ്സം സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. LED ലൈറ്റിംഗും ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കിവിടെ ഒരു TV യൂണിറ്റും കാണാൻ സാധിക്കും. മൾട്ടിവുഡിലാണ് ഇത് പണിതീർത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിനും ഡൈനിങ് ഏരിയയ്ക്കും ഇടയ്ക്ക് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഇത് പണിതീർത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് 2 സൈഡിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മളിനെ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. GI പൈപ്പിലും മാർബിളിലുമാണ് ഡൈനിങ് ടേബിൾ പണിതീർത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കാനായി ബെഞ്ചും ചെയറും നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഭിത്തിയിൽ ക്ലാഡിംഗ് ടൈലും ഒട്ടിച്ചിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ കിച്ചണാണ്. ഒരു നീളൻ ഡിസൈനാണ് കിച്ചണിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കാണാൻ സാധിക്കും. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. ക്യാബിനറ്റുകളെല്ലാം പണിതീർത്തിരിക്കുന്നത് മൾട്ടിവുഡ് ഉപയോഗിച്ചുമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹോബും ഫുഡും കാണാൻ സാധിക്കും.
വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഡൈനിങ്ങിനോട് ചേർന്നാണ് ഈ ബെഡ്റൂം. 85 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഇതൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് തീമിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കബോർഡും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ കാണാൻ സാധിക്കും. മൾട്ടിവുഡിലാണ് ഇത് പണി തീർത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. GI പൈപ്പ് കൊണ്ടാണ് ഹാൻഡ് റെയിൽസ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഫിനിഷുള്ള ടൈലുമാണ്. GI പൈപ്പിനും വുഡൻ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ സൈഡിലുള്ള ഭിത്തിയിൽ ടെക്സ്ചർ വർക്കും നൽകിയിട്ടുണ്ട്. മുകൾ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ബാൽക്കണിയോട് കൂടിയുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 110 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കബോർഡും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ കാണാൻ സാധിക്കും. ഹെഡ് ഡ്രസ്സിന്റെ ഭാഗത്ത് വാൾപേപ്പർ മുട്ടിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് നമ്മൾക്കൊരു ബാൽക്കണി കാണാൻ സാധിക്കും. ബാൽക്കണിയുടെ ഭിത്തിയിൽ ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽസ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസുമാണ്. ഇതാണ് മുകൾ നിലയിലുള്ള അടുത്ത ബെഡ്റൂം. 100 സ്ക്വയർ ഫീറ്റിനടുത്താണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഈ ബെഡ്റൂമിൽ കട്ടിലിന് പകരം ഫ്ലോർ പൊക്കി പണിതിട്ട് വുഡൻ ഫിനിഷുള്ള ടൈലുകൾ ഒട്ടിച്ചിരിക്കുകയാണ്. ഭിത്തിയിൽ സിമെന്റ് ഫിനിഷുള്ള ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡുകൾ കാണാൻ സാധിക്കും. വീടിന്റെ ഫ്ലോറിങ്ങിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ വിട്രിഫൈഡ് ടൈലുകളാണ്. അതുപോലെ തന്നെ ടെറസിൽ ഒരു ചെറിയ പാർട്ടിയൊക്കെ നടത്താവുന്ന രീതിയിൽ ഒരു സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.